റോക്കി ബായ് അല്ല, പ്ലക്കൽ ബായ് പടം. അവരാധം അല്ലാന്ത് പറയുന്നത് ഒന്നുമില്ല, ഒരു തേങ്ങയില്ല, ഒന്നും മറക്കാനില്ല, ഇല്ല ഒരു വികാരമില്ല. 2 മണിക്കൂർ നീ സഹിച്ചിരുന്ന് കാണണം. ഫൈനലി ഡാഡി ഈസ് ഹോം. ഇന്ത്യൻ സിനിമയിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറിന്റെ ഏറ്റവും വലിയ സിനിമ സംഭവിക്കുന്നു. KGF എന്ന ബ്രാൻഡിന് ശേഷം എത്തുന്ന യാഷിന്റെ സിനിമ, അതും ഒരു മലയാളി ഡയറക്ടറുടെ സിനിമ. യെസ്, ടോക്സിക് ഡയറക്ടർ ബൈ ഗീതു മോഹൻദാസ്. കണ്ടറിഞ്ഞ വിളിച്ചോണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് ചോദിക്കുക. അപ്പോൾ തിരുവോണമായിട്ട് ടോക്സിക് ആണോ, നിങ്ങൾ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ ടോക്സിക് റിവ്യൂലേക്ക്. റോക്കി ബായ് അല്ല, പ്ലക്കൽ ബായ് പടം. ട്രെയിലറിൽ കണ്ടതന്നെ ടോക്സിക്. ടോക്സിക് പടം ഷോകോ സീരിയൽ, പക്ഷെ യാഷിന്റെ ലുക്കും അന്യായം തന്നെ. തിയേറ്ററിൽ കാണാനുണ്ട് ഒരു മാസ് മസാല പടം പോലെ, അടി ഇടി വെടിയും അതൊക്കെ തന്നെ. ഒരു പ്ലക്കൽ ബായ് എന്തിനൊക്കെയോ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, ഒരു തോക്കെടുക്കുന്ന ഒരു 10-250 പേരെ വെടിവെച്ച് കൊല്ലുന്നത്. ഒരു കണ്ടന്റ് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് യാഷിന്റെ ഒരു പടം എന്ന് പറഞ്ഞ് വരുമ്പോൾ KGF പോലൊരു പടമാണെന്ന് പറഞ്ഞുകൊണ്ടാവുന്നത്. ഇതെന്തെല്ലാമോ കാണിക്കുന്നത്, എന്തോ അപരാധമാക്കി വെച്ചിട്ടുണ്ടോ? ഒരുപാട് അവർക്കാണോ അവരാധം അല്ലാന്ത് പറയുന്നത് അത്രയ്ക്ക് സഹിക്കാൻ വയ്യ? സഹിക്കാൻ എങ്ങനെയെങ്കിലും തീർന്നാ സെക്കൻഡ് ഹാഫ് കൂടെ തീർന്ന് കിട്ടണമെന്ന് വിചാരിക്കുക. എന്താണ് സ്റ്റോറിയാണോ മോശമായി പോയത്, ക്യാരക്ടറോ? മൊത്തത്തിലൊരു ഇത് തന്നെ. നമ്മളൊരു മാസ് മസാല പ്രതീക്ഷിച്ചു വന്നാൽ വയലൻസ് കണ്ടമാനം ഉണ്ട്, പക്ഷെ നമുക്കൊരു ഇമോഷണൽ കണ്ടിട്ട് ഒന്നും തോന്നില്ല. ചുമ്മാ അത് വെറുതെ കാണുക, അത്രേ ഉള്ളൂ. ക്യാരക്ടർ എങ്ങനെ ഉണ്ട്, നശിപ്പിച്ചു കളഞ്ഞോ? ഉമ്മാതെ വരുന്നു, വെള്ളം അടിക്കുന്നു, ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു, അതൊക്കെ തന്നെ. ട്രെയിനിൽ കണ്ട സാധനം അതൊക്കെ തന്നെ. പാൻ ഇന്ത്യൻ പരിപാടി എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു കാര്യമില്ല. മോശം ഭയങ്കര അപരാധമാ. അത്രയ്ക്ക് അപരാധമാണ്. അത്രയ്ക്ക് അപരാധം. ഇടയ്ക്ക് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര മോശം പടം. പിന്നെ ക്യാഷിന് വേണ്ടി ചുമ്മാ വേണേ കാണാം, അതേ ഉള്ളൂ. അല്ലാതെ വലിയതൊന്നുമില്ല. എന്തായാലും നല്ല ട്രെയിലറിൽ കണ്ട സാധനം തന്നെ. അത് തന്നെ സെയിം തന്നെ. പക്ഷെ ഭയങ്കര അവിടെ തെലുങ്ക് ഓഡിയൻസിനൊക്കെ വർക്കാവോ? കന്നഡ അവർക്കേ കുഴപ്പമില്ല. പഴം വെച്ച ആളൊക്കെ കൊല്ലുന്നില്ലേ, ഓക്കെ. മാസ് മസാല പരിപാടി തന്നെ പിടിച്ചു. മാസ് മസാല പരിപാടി കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കുറച്ച് സീനുകളാണ്, അല്ലാതെ വേണ്ടുന്ന നേട്ടമൊന്നും നല്ലതൊന്നുമില്ല. ഇതുവരെ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇനി നെക്സ്റ്റ് ഹാഫ് കണ്ടു നോക്കാം. ക്യാരക്ടറൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തില്? ക്യാരക്ടർ കുഴപ്പമില്ല. ഒരു തിയേറ്റർ വൈബിനുള്ള ഇല്ല. പിന്നെ മലയാളം ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ തമിഴാണ് അവർ ഇട്ടത്. അതുകൊണ്ട് ലാംഗ്വേജിന്റെ കുറച്ച് പ്രശ്നം. മാസ് മസാല പരിപാടിയൊക്കെ ഇഷ്ടപ്പെടൂ? മാസ് മസാല എന്ന് പറയുന്നത് അത്ര വയലൻസ് ആയിട്ട് യാഷിന്റെ ഒരു ഇത് കിട്ടിയില്ല. മസാല നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല, വെറും ഒരു തറ സെറ്റപ്പായിട്ട് ഈലാക്കി കളഞ്ഞല്ലോ. ഇത് നശിപ്പിച്ചു കളഞ്ഞ് നമ്മുടെ ആകെയുള്ള റോക്കി ബായ് കഴിഞ്ഞ് അവനെ ഇനി മറ്റേ തന്നെ കൊണ്ടുവല്ല തിരിച്ച്. KGF 3 തന്നെ തിരിച്ചു വരണം. ഗീതു മോഹൻദാസിന്റെ മേക്കിംഗ് അടിപൊളിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് പടം. നല്ല അതും കണക്ട് ആവാത്തൊരു സ്റ്റോറി മിക്ക ആൾക്കാർക്കും കണക്ട് ആവുന്നില്ല. ഒരു ഫെയറി ടെയിൽ മൂഡിൽ കണ്ടിരിക്കാനാണ് പടത്തിന്റെ പേര് കണക്ക് തന്നെ, ഫുള്ള് ടോക്സിക് തന്നെ പരിപാടി തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഈ പറഞ്ഞ കണക്ക് ഒന്നും കണക്ട് ആവുന്നില്ല അങ്ങോട്ട്. നല്ല ലാഗുണ്ട്, അതാണ് മെയിനായിട്ടുള്ളത്. അത് നല്ലൊരു പോരായ്മയാണ് പടത്തിൻ്റെ. പിന്നെ ഒരു രീതിയിലും കണക്ട് ആവാത്ത രീതിയിലാണ് പടത്തിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളും. മേക്കിംഗ് അടിപൊളിയാണ്, പക്ഷെ ആ ഒരു സ്റ്റോറി സ്ക്രിപ്റ്റും കാര്യങ്ങളും സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. മുതല് അങ്ങനെ ഒരു അപരാധം ലെവലിൽ ആവറേജിന് ബിലോ ആവറേജ് അത്രേ ഉള്ളൂ. കൊള്ളതില്ല, ഇഷ്ടപ്പെട്ടില്ല. നല്ല ലാഗും ഫീൽ ചെയ്യുന്നുണ്ട്. ട്രെയിലർ കണ്ട പോലെ തന്നെ പടം വലിയ സുഖമില്ല. ടോക്സിക് വയലൻസ് പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? വയലൻസ് അധികം തോന്നിയില്ല, എന്നാലും ഉണ്ട്, നല്ല വയലൻസ് ഉണ്ട്. ഫൈനലൊക്കെ വയലൻസ് ഉണ്ട്. മാസ് മസാല പരിപാടി ഒന്നുമില്ല, ഒരു തേങ്ങയില്ല, ഒന്നും മറക്കാനില്ല, ഇല്ല ഒരു വികാരമില്ല. 2 മണിക്കൂർ നീ സഹിച്ചിരുന്ന് കാണണം. മലയാളമായിരുന്നു, പക്ഷെ ഇവിടെ തമിഴ് അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ അത് തുടക്കം തന്നെ നമ്മുടെ മൂഡ് പോയി. പിന്നെ സ്ക്രീൻ പ്ലേ കൊള്ളാം, പക്ഷെ കഥ എന്തോ. ട്രെയിലറിൽ കണ്ട ആ പരിപാടി തന്നെയാണ് ട്രെയിലറിൽ കണ്ട പരിപാടിയൊക്കെ തന്നെയാണ്. വലിയ സ്ക്രീൻ പ്ലേ ഒക്കെ സൂപ്പറാണ്, കൊള്ളാം, നല്ല രസമുണ്ട്. ഫ്രെയിം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചത് കൊള്ളാം. പക്ഷെ അങ്ങോട്ട് പിന്നെ തമിഴായതുകൊണ്ട് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. സബ്ടൈറ്റിലൊക്കെ വർക്കാവും ആൾക്കാർക്ക്. ഭയങ്കര ഒരു ആക്ഷൻ പരിപാടികൾ വാച്ചബിൾ. നമ്മുടെ ട്രെയിലറൊക്കെ കണ്ട പോലെ ഒരു മാസ് മസാല ആ പരിപാടി തന്നെ. അതേപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് തീർച്ചയായും. കുറച്ച് ഫൈറ്റ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ നോക്കാന്നുണ്ടെങ്കിൽ ഇന്റർവെൽ വരെ അത്ര ഇതില്ല. എല്ലാരും ഈ A സർട്ടിഫിക്കേഷൻ ഇത് പറഞ്ഞു, അതൊക്കെ അത് നല്ല പോലെ ഉണ്ട്. അങ്ങനെ വയലൻസും വയലൻസും എല്ലാത്തിലും അഡൽട്ട് കണ്ടന്റ് മൊത്തം. അതൊക്കെ വർക്ക് ആവോ തിയേറ്ററിൽ? ഇല്ല, തോന്നുന്നില്ല. ഒരു മറ്റേ എൻജോയ് ചെയ്യാനുള്ള ഗൂസ്ബംസ് മൊമെന്റ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടോ? കുറെ ഫൈറ്റ് സീൻസ് ഉണ്ട്, അങ്ങനെ തന്നെ. അല്ലാതെ ഇത്ര ഇതായിട്ട് ഇതുവരെ ഇന്റർവെൽ വരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്റർവെൽ കഴിഞ്ഞിട്ട് അത്ര വലിയ രസമൊന്നുമില്ല.
അൺസഹിക്കബിൾ എങ്ങനെ കിട്ടും പൈസ പോയി കിട്ടും. ഓണമായിട്ട് നല്ലൊരു പാനിൻ ഓണമായിട്ട് കാണണ്ട അത്ര. യാഷിനെ വേറെ കോമാളിയായി കളഞ്ഞു പടത്തിൽ. കൊള്ളത്തില്ല പടം. വൻ പാനിന്റെ പരിപാടിയാണോ പിടിച്ചേക്കുന്നത്? പാൻ ഇന്ത്യ പൊട്ടല് പൊട്ടി പടം കൊള്ളത്തില്ല. ഓണമായിട്ട് പോക്കാം. പാൻ ഇന്ത്യൻ പരിപാടിയാണോ പിടിച്ചേക്കുന്നത്? തെലുങ്കന്മാർ ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല.